പറയണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളോട് എല്ലാ മനുഷ്യന്റെ ഖബറിലും മുത്തുനബി വരുന്നുണ്ടല്ലോ, ഹബീബ് വരുമല്ലോ. ഖബറിൽ വെച്ചുകൊണ്ട് മുത്തുനബിയെ നമുക്ക് തിരിച്ചറിയണമല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ വരുമ്പോ സഹീഹുൽ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. എത്ര സ്ഥലത്ത് ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുത്തുനബി പറയുന്നു, മാ തഖൂലു ഫീ ഹാദർ റജുലി, ഈ മനുഷ്യനെ കുറിച്ച് നിന്റെ വിശ്വാസം എന്താണ്? ഈ മനുഷ്യനാരാ എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ചൂണ്ടിക്കാണിച്ച് ഓരോ മനുഷ്യനോടും ഖബറിൽ വെച്ച് ചോദിക്കുമ്പോൾ അമ്മൽ മുഅ്മിനു അബിൽ മൂഖിനു, ശരിക്ക് നബിയെ വിശ്വസിച്ചുറപ്പിച്ച ആളുകൾ പറയും, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് ജഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ. ഇത് അള്ളാഹുവിന്റെ റസൂലാണ്. ഈ റസൂലാണ് ഞങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തന്നത്. ഈ റസൂലാണ് ഞങ്ങൾക്ക് ഖുർആൻ കൊണ്ടുവന്നു തന്നത്. ഈ റസൂലാണ് ഞങ്ങൾക്ക് നിസ്കാരം പഠിപ്പിച്ചു തന്നത്. ഈ റസൂലാണ് എല്ലാം ഞങ്ങൾ പഠിപ്പിച്ചു തന്നത്. ഈ എല്ലാറ്റിലും വലുത് ഇതെല്ലാം പഠിപ്പിച്ചു തന്ന കൊണ്ടുവന്ന റസൂലുള്ളാഹ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഖുർആനാണോ നമുക്ക് വലുത്? ഖുർആൻ കൊണ്ടുവന്ന മുത്തുനബിയാണോ വലുത്? നിസ്കാരമാണോ നമുക്ക് വലുത്? നിസ്കാരം നമുക്ക് കൊണ്ടുവന്ന നബിയാണോ നമുക്ക് വലുത്? അല്ല, ഏറ്റവും വലുത് മുത്തുനബിയാ. മുത്തുനബിയല്ലേ അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് കൊണ്ടുവന്നത്. മുത്തുനബിയല്ലേ നമുക്ക് നിസ്കരിക്കാൻ പഠിപ്പിച്ചു തന്നത്. മുത്തുനബിയല്ലേ നമുക്ക് റമദാൻ നോമ്പിനെ പറ്റി പറഞ്ഞു തന്നത്. മുത്തുനബിയല്ലേ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നത്. മുത്തുനബിയല്ലേ നരകമുണ്ടെന്ന് പറഞ്ഞു തന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പും മക്കയുണ്ട്, കഅബയുണ്ട്, സഫായുണ്ട്, മർവയുണ്ട്, അറഫയുണ്ട്, മിനയുണ്ട്. പക്ഷേ അതിന്റെ പുണ്യങ്ങളും പ്രത്യേകതകളും ഹജ്ജും ഉംറയും നമുക്ക് പറഞ്ഞു തന്നത് ഹബീബായ മുത്തുനബിയാ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വലുതായി നമുക്ക് ഒന്നുമില്ല. ഇതുകൊണ്ടാണ് പടച്ച റബ്ബ് ഖുർആനിൽ പറഞ്ഞത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇതാ നിങ്ങൾക്ക് നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ ഇസ്ലാമിന്റെ എല്ലാ അനുഷ്ഠാനങ്ങളും നിങ്ങൾക്ക് പൂർത്തിയാക്കി കഴിഞ്ഞു. എല്ലാ വിശ്വാസങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായി പഠിപ്പിച്ചു തന്നു. ഹജ്ജത്തുൽ വദായിൽ വെച്ചുകൊണ്ട് അന്ന് പെരുന്നാളിന്റെ ദിവസം അല്ലാഹുവിന്റെ ഖുർആൻ അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി, ഈ ആയത്ത് ഇറങ്ങിയതോടുകൂടി ഇസ്ലാം പരിപൂർണമായി. ഇനി പുതിയ നിയമങ്ങളില്ല, പുതിയ ഇബാദത്തുകളില്ല, പുതിയ വിശ്വാസങ്ങളില്ല. എല്ലാ വിശ്വാസങ്ങളും നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. എല്ലാ അനുഷ്ഠാനങ്ങളും നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. ഇസ്ലാം കെട്ടിപ്പൂട്ടി ഭദ്രമാക്കി നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. പിന്നൊരു മാസം കഴിഞ്ഞ ശേഷം മുഹറം 10 ഇറങ്ങിയ ആയത്താണ് ഇതെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്ന നബിയെ മറക്കണ്ട. അല്ലാഹ്
ഏതെല്ലാം കൊണ്ടുവന്ന ഈ സാധനങ്ങൾക്ക് പ്രത്യേകതയുണ്ടെങ്കിൽ ആ കൊണ്ടുവന്ന വ്യക്തിക്കും പ്രത്യേകതയുണ്ടാവില്ലേ? അതുകൊണ്ട് ഞാൻ എൻ്റെ മുത്തുമൂമിനീങ്ങളോട് പറയുന്നത്, ഈ ലോകത്ത് ഏറ്റവും വലിയ മുഅ്മിനാരാണ്? അല്ലാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞവനാണ്, റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ പഠിച്ചവനാണ്, റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവനാണ്, റസൂലുള്ളാഹിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞവനാണ്, റസൂലുള്ളാഹിനെ പറ്റി ഏറ്റവും കൂടുതൽ കേട്ടവനാണ്. അവനാണ് ഏറ്റവും വലിയ മുഅ്മിൻ. നബിയെ തിരിച്ചറിയാതിരുന്നാൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട്, അല്ലാഹ് സുദീർഘമായ പ്രഭാഷണത്തിന് കഴിയുന്നൊരു സമയമല്ല, അതിന് ഞാൻ ഈ സമയത്ത് ആരോഗ്യമുള്ളവനുമല്ല, ഒരുപാട് രോഗങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട തങ്ങളും പാപ്പയുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയതാണ്. ആ തബറുക്ക് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് പറയട്ടെ, എന്റെ പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോ നിങ്ങൾ ആരുടെയും അഭിപ്രായങ്ങളോ, നിങ്ങളെ ഗുഡ് സർട്ടിഫിക്കറ്റുകളോ, നിങ്ങൾ ആദരവുകളോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ചൊരു കാര്യം പറയട്ടെ, നിങ്ങളോടൊക്കെയും ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ നബിയെ കണ്ടാൽ ഞാനും നിങ്ങളും തിരിച്ചറിയുമോ? എത്രയെത്ര നബിദിനങ്ങൾ കഴിഞ്ഞുപോയി, എത്രയെത്ര മീലാദാഘോഷങ്ങൾ കഴിഞ്ഞുപോയി, എത്രയെത്ര റസൂലുള്ളാഹിനെ കുറിച്ചുള്ള പഠനങ്ങളും ക്ലാസുകളും കഴിഞ്ഞുപോയി. പക്ഷേ ഈ റസൂലിനെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് പറയാൻ ഉറപ്പുള്ളവരുണ്ടോ? ഹബീബായ തങ്ങളെ എവിടെ കണ്ടാലും ഞാൻ തിരിച്ചറിയും. ഇത് എന്റെ മുത്തുനബിയാണ്, എനിക്ക് ഖുർആൻ കൊണ്ടുവന്ന തങ്ങളാണ്, അല്ലാഹനെ പരിചയപ്പെടുത്തിയ തങ്ങളാണ്, സ്വർഗമുണ്ടെന്ന് പറഞ്ഞു തന്ന തങ്ങളാണ്, 1000 അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഹിദായത്ത് തന്ന തങ്ങളാ എന്ന് തിരിച്ചറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനെ ഖബറിൽ നമ്മൾ തിരിച്ചറിയേണ്ടതില്ലയോ? മഹ്ശറിൽ നമ്മൾ തിരിച്ചറിയേണ്ടതില്ലയോ? ഞാൻ ചോദിക്കുന്നു, ഈ ദുനിയാവിൽ വെച്ച് തങ്ങളെ തിരിഞ്ഞില്ലെങ്കിലും, തങ്ങളെ മനസ്സിലായിട്ടില്ലെങ്കിലും, തങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും, ആഖിറത്തിലെത്തിയാൽ തങ്ങളെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ഏതെങ്കിലും ഒരു ഖുർആനായത്തിലുണ്ടോ? ഹദീസിലുണ്ടോ? ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് മക്കളെ, ഈ തങ്ങളെ നമ്മൾ തിരിച്ചറിയണ്ടേ? നിങ്ങൾക്ക് കേൾക്കണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഖുർആൻ മക്കൾക്ക് പഠിപ്പിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അഹ്കാമുകളൊക്കെയും പഠിപ്പിച്ചിരുന്നു. ഇസ്ലാമിലെ വിശ്വാസങ്ങളും, ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളും, ഇസ്ലാമിലെ ആദാബുകളും സംസ്കാരങ്ങളും അവര് മക്കൾക്ക് പഠിപ്പിച്ചിരുന്നു. അതിന്റെ പുറമെ മുത്തുനബിയെ പറ്റി പഠിപ്പിച്ചിരുന്നു. റസൂലുള്ളാഹിന്റെ രൂപഭാവങ്ങളെ പറ്റി, റസൂലുള്ളാഹിന്റെ ഫളായിലുകളെ പറ്റി, റസൂലുള്ളാഹിന്റെ ഖസായിസുകളെ പറ്റി, റസൂലുള്ളാഹിന്റെ ദലായിലുകളെ പറ്റി, മുത്തുനബിയുടെ എല്ലാവിധ പ്രത്യേകതകളും സ്വഹാബത്ത് മക്കൾക്ക് പഠിപ്പിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിശ്വാസങ്ങൾ മാത്രമല്ല സ്വഹാബത്ത് പഠിപ്പിച്ചത്,
അനുഷ്ഠാനങ്ങൾ മാത്രമല്ല പഠിപ്പിച്ചത്, റസൂലുള്ള പഠിപ്പിച്ച അദബുകൾ മാത്രമല്ല പഠിപ്പിച്ചത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സർവ പ്രത്യേകതകളും അവിടുത്തെ ശമാഇലുകളും അവിടുത്തെ രൂപഭാവങ്ങളും തങ്ങൾക്ക് മാത്രമുള്ള സവിശേഷതകളും മറ്റു പ്രവാചകന്മാർക്ക് പോലും ഇല്ലാത്ത ഖസായിസുകളും ഇതെല്ലാം മഹാന്മാരായ സ്വഹാബത്ത് മക്കൾക്ക് പഠിപ്പിച്ചതെന്തിനാ? ഈ നബിയെ തിരിച്ചറിയാനാ. എനിക്കും നിങ്ങൾക്കും തങ്ങളെ കണ്ടാൽ തിരിച്ചറിയുമോ? അതുകൊണ്ടല്ലേ നമ്മുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് പഠിപ്പിച്ചു, അല്ലിമൂ ഔലാദക്കും, നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, മഹബ്ബത നബിയിക്കും, നിങ്ങളെ നബിയെ സ്നേഹിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മുത്തുനബിയെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് നിങ്ങൾ 1000 തവണ പ്രസംഗിച്ചാൽ നിങ്ങളെ മക്കൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുമോ? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാത്തവർക്ക് ഈമാനില്ല എന്ന് നിങ്ങൾ പ്രസംഗിച്ചാൽ മുത്തുനബിയെ മക്കൾ സ്നേഹിക്കുമോ? ഇല്ല, ഇല്ല. നമ്മുടെ മക്കൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണമെങ്കിൽ, മുത്തുനബിയെ നമ്മുടെ മക്കൾ അനുകരിക്കണമെങ്കിൽ, മുത്തുനബിയെ നമ്മുടെ മക്കൾ റോൾ മോഡലുകളായി സ്വീകരിക്കണമെങ്കിൽ, മുത്തുനബിയെ അനുധാവനം ചെയ്യണമെങ്കിൽ, ഞാൻ എന്റെ മുത്തുനബിയെ മോഡലാ, എന്റെ മുത്തുനബിന്റെ മോഡലാ, എന്റെ മുത്തുനബിന്റെ ഫാൻസാ. മുത്തുനബി നടക്കും പോലെ നടക്കും, മുത്തുനബി മുടിമുറിക്കും പോലെ മുടിമുറിക്കും, മുത്തുനബിന്റെ ഷർട്ട് പോലെ ഷർട്ട് ധരിക്കും, മുത്തുനബി കിടക്കും പോലെ ഞാൻ കിടക്കും. എന്റെ ഹബീബ് മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് വലിയ ഇഷ്ടമാ, എന്റെ പ്രിയപ്പെട്ട മുത്തുനബിക്ക് വെറുപ്പുള്ളത് എനിക്ക് വല്ലാത്ത വെറുപ്പാ. ഈ രൂപത്തിൽ നിങ്ങളെ മക്കള് അല്ലാഹുവിന്റെ റസൂലിനെ തിരിച്ചറിഞ്ഞിട്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെങ്കിൽ ഈ നബിയെ പറ്റി നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? നബിയെ പറ്റി നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾ നബിയെ പറ്റി പഠിക്കണ്ടേ? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളാരും എന്നോട് വെറുപ്പ് കരുതിയിട്ട് കാര്യമില്ല. ആരെങ്കിലും ഇതൊക്കെ ഒന്ന് പറയണ്ടേ? അല്ലാഹ് നമ്മുടെ 5 വയസ്സ് 8 വയസ്സായ കുട്ടികൾ മുതൽ 15, 20, 25, 30, 35, 40, 50 വയസ്സുള്ള ആളുകൾ വരെ ഏതെല്ലാം താരങ്ങളെ അനുകരിക്കുന്നു, ഏതെല്ലാം താരങ്ങളെ സ്നേഹിക്കുന്നു, ആരെയെല്ലാം മാതൃകയാക്കുന്നു, ആരോടെല്ലാം അനുകരിക്കുന്നു, റോൾ മോഡലുകളായി സ്വീകരിക്കുന്നു. അല്ലാഹ്, മെസ്സി അറിയാത്ത കുട്ടികളുണ്ടോ? നെയ്മർ അറിയാത്ത കുട്ടികളുണ്ടോ? റൊണാൾഡിനോ അറിയാത്ത കുട്ടികളുണ്ടോ? റൊണാൾഡിനോ അറിയാത്ത കുട്ടികളുണ്ടോ? അപ്പാച്ചി അറിയാത്ത കുട്ടികളുണ്ടോ? ഫത്താൻ അറിയാത്ത കുട്ടികളുണ്ടോ? മൈക്കിൾ ജാക്സൺ അറിയാത്ത കുട്ടികളുണ്ടോ? അവരോടൊക്കെ നമ്മുടെ കുട്ടികൾക്ക് എന്തൊരു സ്നേഹമാ, അവരോടൊക്കെ കുട്ടികൾക്ക് എന്തൊരു അനുകരണമാ. ചെറിയ ചെറിയ കുട്ടികൾ വരെ അവര് തലമുടി മുറിക്കുമ്പോൾ, അവര് ഷർട്ട് തയ്ക്കുമ്പോൾ, അവര് പാന്റ് സെലക്ട് ചെയ്യുമ്പോൾ, അവര് ആക്ഷൻ ചെയ്യുമ്പോൾ, അവരെ ഇരുത്തത്തിലും നടത്തത്തിലും ചലനത്തിലും എല്ലാം തന്നെ എത്രത്തോളം അവരെ വായിൽ നിന്ന് വരുന്ന ഡയലോഗിൽ വരെ ഇത്തരം താരങ്ങളോടുള്ള അനുകരണങ്ങളുണ്ടല്ലോ, താരങ്ങളോടുള്ള സ്നേഹമുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നു, ഇതൊക്കെ ഏതെങ്കിലും ഉസ്താദുമാരോ, ഏതെങ്കിലും സയ്യിദുമാരോ, ഏതെങ്കിലും ഖതീബുമാരോ പ്രസംഗിച്ചത് കൊണ്ടുണ്ടായതാണോ? അല്ല, അല്ല. അവരൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നന്നായി തിരിച്ചറിയാം. നെയ്മർ അറിയാ, മെസ്സിനെ അറിയാ. അതേ സമയത്ത് എല്ലാം നമുക്ക് നൽകിയിട്ടുള്ള, നമ്മ വല്ലാതെ സ്നേഹിക്കുന്ന, ഈ ലോകത്തോട് വിട പറയുന്ന വേർപാടിന് അനർഘ
നിമിഷത്തിൽ പോലും ഈ ഉമ്മത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തിട്ടുള്ള മുത്തുനബിയെ മാത്രം നമുക്കറിയൂല, നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മളതിന് സമയം കണ്ടെത്തിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് അവഗണിക്കാൻ പറ്റുമോ? ഒരിക്കലെങ്കിലും ഒരു ദിവസം തങ്ങളെ ഓർക്കാതിരിക്കാൻ പറ്റുമോ? ഈ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലാതിരിക്കാൻ പറ്റുമോ? ഈ തങ്ങളെ പറ്റി പറയാതിരിക്കാൻ പറ്റുമോ? ഈ തങ്ങളെ പറ്റി കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഒരൊറ്റ സംഭവമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ആയിരക്കണക്കിന് സംഭവങ്ങൾ പറയാനുണ്ട് സഹോദരാ. നിങ്ങൾക്കറിയും മഹാനായ സയ്യിദുനാ അലിയുൻ കറമല്ലാഹു റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഇരിക്കുന്ന റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഏങ്ങലടിച്ച് കരയുകയാ. അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണീർ തുള്ളികൾ ഇങ്ങനെ ഇറ്റി വീഴുന്നുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന തങ്ങളോട് അലിയാര് ചോദിച്ചു, തങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്തേ തങ്ങൾക്ക് സംഭവിച്ചത്? ആരാണ് തങ്ങളെ കരയിപ്പിച്ചത്? അലിയേ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോൾ ഇവിടെ വന്നങ്ങ് പോയേ ഉള്ളൂ, ഇവിടെ വന്നങ്ങ് പോയേ ഉള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വിവരവുമായിട്ട് വന്നതാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ചെറിയൊരു കുപ്പിയുണ്ട്. ഈ കുപ്പിക്കകത്ത് അല്പം മണലുകളുണ്ട്. ഈ മണലിട്ട കുപ്പി കാണിച്ചു കൊടുത്തുകൊണ്ട് മുത്തു റസൂല് പറഞ്ഞു, ഇത് മഹാനായ ജിബ്രീൽ കൊണ്ടുവന്നതാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഒരു വിവരം പറയാൻ വന്നതാണ്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹബീബായ മുത്തുനബിന്റെ മോനാ, ആദാനി ഇബ്നായ, ഈ രണ്ട് കുട്ടികൾ എൻ്റെ മക്കളാണ്. വൈബിനാ ബിൻതി ഫാത്തിമ, എൻ്റെ പൊന്നുമോൾ ഫാത്തിമയുടെ മോനാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. വിശുദ്ധ ഖുർആനിലെ നജ്റാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദിവസങ്ങളോളം മദീന പള്ളിയിൽ താമസിച്ച് അല്ലാഹ് സംവാദം നടത്തി. സത്യവും മിഥ്യയും വേർതിരിക്കുന്ന രൂപത്തിലുള്ള എല്ലാ തെളിവുകളും തങ്ങൾ നിരത്തി. അവസാനം തങ്ങൾ അവരോട് പറഞ്ഞു, ഫഖുൽ തആലൂ നദ്ഉ അബ്നാഅനാ വഅബ്നാഅകും വനിസാഅനാ വനിസാഅകും വഅൻഫുസനാ വഅൻഫുസകും സുമ്മ നബ്തഹിൽ ഫനജ്അൽ ലഅനത്തല്ലാഹി അലൽ കാദിബീൻ. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ ഇതാ നിങ്ങൾ വന്നോളൂ, ഞാനും വരാം, നിങ്ങളും വരൂ. എൻ്റെ മക്കളെ വിളിക്കാൻ നിങ്ങളെ മക്കളെയും വിളിച്ചോളൂ. എൻ്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളെ വിളിക്കാൻ നിങ്ങളെ കുടുംബത്തിലെ പെണ്ണുങ്ങളെയും വിളിച്ചോളൂ. എന്നിട്ട് നമുക്കൊരു ശാപ പ്രാർത്ഥന നടത്തിയിട്ട് ഫനജ്അൽ ലഅനത്തല്ലാഹി അലൽ കാദിബീൻ. നമ്മുടെ കൂട്ടത്തിൽ ആരാണ് കളവ് പറയുന്നത്, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാ, ഒരു മുബാഹല നടത്താ എന്ന് നജ്റാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളെ വെള്ളി വിളിച്ചിട്ട് അന്നവര് പിരിഞ്ഞു പോയി. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹു തങ്ങളെ വിളിച്ചു, ഫാത്തിമ ബീവിയെ വിളിച്ചു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഹസൻ എന്നവരെ കൈപിടിച്ചു. ഹുസൈൻ തങ്ങളെ നെഞ്ഞത്തോട് ചേർത്തി പിടിച്ചെടുത്തു. ഒക്കതാ നെഞ്ഞത്തോട് ചേർത്തി പിടിച്ചു ഹുസൈൻ തങ്ങളെ എടുത്തിട്ട് ഹസൻ എന്നവരെ കൈയും പിടിച്ചിട്ട് അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ റസൂല് ചെല്ലുകയാ. ആരാ തങ്ങളെ മക്കള് എന്ന് തിരിച്ചറിയാൻ ഇനി വേറെ വേണ്ട. അബ്നാഅക്കും നമ്മുടെ മക്കളിതാ ഹസൻ തങ്ങളാ, ഹുസൈൻ തങ്ങളാ. നമ്മുടെ കുടുംബത്തിലെ പെണ്ണ് ബീവിയെ ഫാത്തിമയാ. ഞമ്മളെന്ന് പറഞ്ഞത് അലിയാരി തങ്ങളാ. ഈ കുട്ടികളെയും കൂടി മുബാഹനക്കങ്ങ് നടത്തിയപ്പോ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുത്തുനബിന്റെ മോനാ, അവിടെ പ്രിയപ്പെട്ട പൊന്നുമോള മോനാ, അങ്ങയുടെ പ്രിയപ്പെട്ട മകനാകുന്ന ഹുസൈൻ തങ്ങളെ യൂഫ്രട്ടീസിന്റെ തീരത്ത് വെച്ച് അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ നിഷ്കരുണം കൊല്ലുന്നതാ. 1000 ചുംബനങ്ങൾ അർപ്പിക്കപ്പെട്ട അങ്ങയുടെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ശിരസുടൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് ആ പൊന്നുമോന്റെ ചോര കൊണ്ട് കർബുംബല എന്ന് പറയുന്ന പ്രദേശത്തുള്ള മണൽത്തരികൾ ചെഞ്ചായമണിയുന്നതാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ തങ്ങൾ വന്ന് പറഞ്ഞതാ. ആ കയ്യിലിരിക്കുന്ന മണൽ നിറച്ചിരിക്കുന്ന കുപ്പി ഉമ്മു സലമാ ബീവിന്റെ അടുത്ത് കൊടുത്തതാ. എന്നാണോ ഈ മണൽ തരികള് ചോരയുടെ കളറായി ചെഞ്ചായമണിയുന്നത്, അന്ന് എന്റെ മോൻ ഹുസൈൻ തങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ഹിജ്റ വർഷം 61 മുഹറം മാസം 10 അന്ന് മഹാനായ സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ കൈലൂലത്തിന്റെ ഉറക്കമുറങ്ങി എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണുന്നു. തങ്ങളെ വല്ലാത്തൊരവസ്ഥ, തങ്ങളെ മുഖം വല്ലാതെ വേദനിക്കുന്നു, ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ലാ ലാ യാ റസൂലല്ലാഹ്, ഇതുപോലെ ഒരിക്കലും തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. എന്തേ തങ്ങൾക്ക് പറ്റിയത്? ഹബീബായ തങ്ങളെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ പൊന്നുമോൻ ഹുസൈൻ തങ്ങളെ അവര് കൊന്നുകളഞ്ഞു. മക്കളെ, നിങ്ങൾക്കറിയില്ലേ, യൂഫ്രട്ടീസിന്റെ തീരത്ത് കണ്ടടിച്ചിരിക്കുന്ന ഹുസൈൻ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട മക്കളും അഹ്ലു ബൈത്തിൽപ്പെട്ട 10-70ഓളം ആളുകളെ നിഷ്കരുണം കൊന്നതാ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞപ്പോ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഹുസൈൻ തങ്ങൾ പറഞ്ഞു, അല്ലാ, ഈ പൊന്നുമോനെ ഓർത്തിട്ട് ഒരു തുള്ളി വെള്ളം തരുവോ? ആ ഉറയുന്ന യൂഫ്രട്ടീസിൽ കൂടി ആയിരക്കണക്കിന് ജീവികൾ കുടിക്കുന്നു. പന്നികൾ കുടിക്കുന്നു, പട്ടികൾ കുടിക്കുന്നു, സർവ്വജീവികളും വെള്ളം കുടിച്ച് ദാം തീർക്കുന്നു. ഈ ലോകത്തിന് കാരണക്കാരായ മുത്തുനബിന്റെ പേരമക്കളാ. ആ പേരമക്കൾക്ക് ഒരു തുള്ളി വെള്ളം തരുവോ? ദാഹജലം തരുവോ? വെള്ളത്തിന് വേണ്ടി പെടയുന്ന കുഞ്ഞിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് വെള്ളം ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ വായിലേക്ക് അമ്പെയ്തതാ. വായിൽ ചങ്കിൽ കൂടി അമ്പ് തുളഞ്ഞു കയറിയിട്ട് പെടഞ്ഞു മരിച്ചതാ. ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ഏന്തിയിട്ട് വെള്ളം കുടിക്കുമ്പോ അവിടുത്തെ ശറഫാക്കപ്പെട്ട പുമേനിയിൽ നിന്ന് ശിരസിൽ, അതാ ഉടലിൽ നിന്ന് ശിരസ് വേർപ്പെടുത്തിയതാ. അല്ലാഹുവിന്റെ റസൂൽ കയറ് എന്നും പറഞ്ഞിട്ട് മുത്തുനബിന്റെ ശരീരത്തിൽ കൂടി കയറ്റിയിട്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട പള്ളയമേൽ ചവിട്ടി നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവ് ഹുസൈൻ തങ്ങളെ വായിലേക്ക് ഇട്ടുകൊടുത്ത് മുലപ്പാല് കുടിക്കുമ്പോൾ ഹബീബിന്റെ നാവിൽ നിന്ന് പാല് കുടിച്ച പൊന്നുമോനാ. ആ
പൊന്നുമോനെ ശിരസെടുത്തിട്ട് മുറിച്ചെടുത്തു. അതാ ഘോഷയാത്രയായിട്ട് അവര് കൊണ്ട് നടന്നതാ. ഈ വിവരം ബഹുമാനപ്പെട്ട ജിബ്രീൽ വന്ന് മുത്തുനബിക്ക് പറഞ്ഞു കൊടുത്തതാ. അല്ലാ അല്ലാ, മുസ്ലിമീങ്ങളെ, ബുദ്ധിയുണ്ടോ, ചിന്തയുണ്ടോ, ബോധമുണ്ടോ? ഹബീബ് പറഞ്ഞു, ഇന്നലിക്കുല്ലി നബിയിൻ ദഅവതൻ മുസ്തജാബ. എല്ലാ പ്രവാചകന്മാർക്കും ഷഡല്ലി ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇബ്രാഹിം നബി അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, നൂഹ് നബി അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഈസ നബി അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, മൂസ നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ പ്രാർത്ഥന ഇദ്ദഖർതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാൻ, അവരെ രക്ഷപ്പെടുത്താൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അല്ലാഹുവിന്റെ മുൻപിൽ എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ, അതിനുവേണ്ടി എന്റെ പ്രാർത്ഥന ഞാൻ നീക്കിവെച്ചതാ. എന്റെ പൊന്നുമോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലാഹ് സ്വന്തം പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യാൽ വിഷം കൊടുത്ത് കൊല്ലപ്പെട്ട ഹസൻ തങ്ങളെ രക്ഷപ്പെടുത്താൻ, ഹുസൈൻ തങ്ങളെ രക്ഷപ്പെടുത്താൻ എന്റെ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയില്ല. ഫാത്തിമ ബീവിന്റെ പൊന്നുമോള് ഹുസൈൻ തങ്ങളെ പെങ്ങളാകുന്ന ബീബി സൈനബ, സൈനുൽ ആബിദീൻ തങ്ങളില്ലേ, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് സാദാത്തുക്കളില്ലേ, ബുഖാരി സാദാത്തുക്കളില്ലേ, ശിഹാബ് സാദാത്തുക്കളില്ലേ, ഐദറൂസ് സാദാത്തുക്കളില്ലേ, ഈ സാദാത്തുക്കൾ മുഴുവനും പിൽക്കാലത്ത് സൈനുൽ ആബിദീൻ എന്ന തങ്ങളുടെ മക്കളാ. ഈ സൈനുൽ ആബിദീൻ എന്ന ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളുടെ പൊന്നുമോനെ അന്ന് സുഖമില്ലാതെ പനി പിടിച്ച് ടെന്റിൽ കിടക്കുന്നത് കൊണ്ട് യുദ്ധത്തിന് പങ്കെടുത്തിരുന്നില്ല. ഒട്ടുമിക്ക അഹ്ലു ബൈത്തിൽപ്പെട്ടവരെയും കൊലപ്പെടുത്തിയിട്ട് സൈനുൽ ആബിദീൻ തങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നപ്പോ അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോൾ, അതേ ഹുസൈൻ തങ്ങളെ പ്രിയപ്പെട്ട പെങ്ങൾ സൈനബ ബീവി, ഈ സൈനുൽ ആബിദീൻ തങ്ങളെ ശരീരത്തിൽ അങ്ങ് കമഴ്ന്നു കടന്നു. എന്റെ കഴുത്ത് മുറിച്ചിട്ടല്ലാതെ, എന്നെ കൊന്നിട്ടല്ലാതെ ഈ പൊന്നുമോനെ തൊടാൻ അനുവദിക്കൂല. അങ്ങനെ രക്ഷപ്പെട്ടതാണ് മഹാനായ സൈനുൽ ആബിദീൻ. അദല്ലദീ തരിഫുൽ ബത്അ വതഅതഹു വൽ ബൈതു യരിഫുഹു വൽ ഹില്ലു വൽ ഹറമു മിമ്മ ശരീഉഹും ദീനു വബുഗ്ദുഹും കുഫ്റു വഖുർബുഹും മുൻജി വമുഅ്തസമു. അറിയപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങളതാണ്. ആ തങ്ങളല്ലാത്തവരെ മുഴുവനും കൊല ചെയ്യപ്പെട്ടു പോയി. അല്ലാ അല്ലാ, അന്നാണ് സൈനബ ബീവി പറഞ്ഞത്, വാ മുഹമ്മദാ ഹാദൽ ഹുസൈൻ ബിൽറ മുറർമലും ബിൽ മിദ്ദിമാ മുഖത്തഅത്തുൽ അഅ്ളാ. കെട്ടുകഥകളല്ല, വാറോലകളല്ല, നോവലുകളല്ല. ബഹുമാനപ്പെട്ട സൈനബ ബീവി അന്ന് മുത്തുനബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, വാ മുഹമ്മദാ ഹാദൽ ഹുസൈൻ ബിൽ അറാ മുമറമലും ബിൽ ദിമാ. ഹുസൈൻ തങ്ങളാണ് ഈ ചേതനയെത്തി കിടക്കുന്നത്. അല്ലാഹ്, രക്തം പുരണ്ടതാ, അവയവങ്ങൾ മുറിക്കപ്പെട്ടതാ. വാ മുഹമ്മദാ ബനാതുക സബായാ വദുരിയതുക മഖ്തലാ. തങ്ങളെ പെൺകുട്ടികളാണ് ഇവിടെ തടവുകാരായി പിടിക്കപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ പേരമക്കളാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്.
പഠിപ്പിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സങ്കടം പറഞ്ഞപ്പോഴും എന്റെ പ്രാർത്ഥന ഞാൻ ഉപയോഗപ്പെടുത്തിയില്ല. എന്റെ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തുന്നത് ആഖിർ സമാനിലെ മക്കൾക്ക് വേണ്ടിയാ, ഉമ്മത്തിന് വേണ്ടിയാ. കള്ളു കുടിച്ചവർ, വ്യഭിചരിച്ചവർ, തിന്മ ചെയ്തവർ, പലിശ കൊടുത്തവർ, പലിശ വാങ്ങിയവർ, ബെക്ടഡിനടിച്ചവർ, ഹാൻസ് ഉപയോഗിച്ചവർ, ഒരുപാട് തിന്മകൾ ചെയ്ത ആളുകൾക്ക് വേണ്ടി ഞാൻ എന്റെ പ്രാർത്ഥന സൂക്ഷിച്ചു വെച്ചതാ. എന്റെ ഉമ്മത്ത് രക്ഷപ്പെടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, റബ്ബിന്റെ അടുത്ത് രക്ഷപ്പെടാൻ, ഒന്ന് പൊട്ടിക്കരയാൻ, റബ്ബിനോടൊന്ന് പറയാൻ എന്റെ പ്രാർത്ഥന ഞാൻ മാറ്റിവെച്ചതാണെന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിന് വേണ്ടി കരയുന്ന ഈ റസൂലുള്ളാഹ് മറക്കാൻ പറ്റുമോ? അവഗണിക്കാൻ പറ്റുമോ? നിന്ദിക്കാൻ പറ്റുമോ? ഓർക്കാതിരിക്കാൻ പറ്റുമോ? പഠിക്കാതിരിക്കാൻ പറ്റുമോ? കേൾക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആരാണ് തങ്ങളെപ്പറ്റി കൂടുതൽ പറയുന്നത്, കൂടുതൽ കേൾക്കുന്നത്, കൂടുതൽ പാടുന്നത്, കൂടുതൽ ചൊല്ലുന്നത്, കൂടുതൽ സമർപ്പിക്കുന്നത്? അവനാണ് ഏറ്റവും വലിയ മുഅ്മിൻ, മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് റസൂലുള്ളാഹിനെ പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതാരാ പഠിപ്പിക്കാറുള്ളത്? എന്തെല്ലാം നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ 3-4 വയസ്സാകുമ്പോൾ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലും നഴ്സറിയിലും അതുപോലത്തെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നു. കുഴപ്പമില്ല, എല്ലാം പഠിപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷേ വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരങ്ങളിൽ സൂക്ഷിക്കപ്പെട്ട മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കാൻ എന്തുകൊണ്ട് നീ മറന്നുപോയി? നാളെ ഖബറിലെത്തിക്കഴിഞ്ഞാൽ നിനക്ക് ഡിഗ്രി ഉണ്ടോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കൂല. ഈ മനുഷ്യനാരാണെന്നാ ചോദിക്കുക. തിരിച്ചറിയാൻ പറ്റുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ് അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്. ഇതുകൊണ്ടാണ് ഇമാമിങ്ങൾ എഴുതി വെച്ചത്, ഒരു രക്ഷിതാവിൻ്റെ മേൽ, ഉമ്മയാവട്ടെ ഉപ്പയാവട്ടെ, ഒരു കുട്ടിയുടെ രക്ഷിതാവിൻ്റെ മേൽ ആദ്യമായിട്ട് നിർബന്ധമാകുന്നത്, ഉമ്മമാരും ഉപ്പമാരും ഒക്കെ സംസാരിക്കുന്ന സംസാരം മക്കൾ ഏറ്റുപറയാൻ തുടങ്ങിയാൽ, അവർ അത് ഏറ്റുപറയാൻ തുടങ്ങിയാൽ, മനസ്സിലാക്കാൻ തുടങ്ങിയാൽ, ആദ്യമായി കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് അല്ലാഹ് എന്ന് പറയാൻ പഠിക്കുന്നതിൻ്റെ മുമ്പ്, ഉമ്മ ഉപ്പ എന്നൊക്കെ വിളിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ്, മമ്മി ഡാഡി എന്നൊക്കെ പറയാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ്, അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യം നിങ്ങളെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേര് പഠിപ്പിക്കണം. അല്ലാഹുവിൻ്റെ റസൂല് മക്കയിലാണ് ജനിച്ചത് എന്ന് പഠിപ്പിക്കണം. അള്ളാഹിൻ്റെ റസൂല് മദീനയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് പഠിപ്പിക്കണം. ഇങ്ങനെ തങ്ങളുടെ ഒരു ഹ്രസ്വമായ ചരിത്രം പഠിപ്പിക്കണം. തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി പഠിപ്പിക്കണം. തങ്ങളുടെ രൂപഭാവങ്ങളെപ്പറ്റി പഠിപ്പിക്കണം. ഞാൻ ചോദിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12-നാണ് പിറന്നത് എന്ന് കവി തങ്ങളെപ്പറ്റി എന്തറിയാം? നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ വരുന്ന ഡിസംബർ 25 മുതൽ നീണ്ട 10 ദിവസം ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഇതാ തിരുപ്പിറവി ആഘോഷിച്ചുകൊണ്ട് യേശുക്രിസ്തു ഒരു കുട്ടി വാചാലമായിട്ട് പഠിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഉണ്ണിയേശുവിനെ പറ്റി പഠിപ്പിച്ചോട്ടെ, വിരോധമൊന്നുമില്ല. ഹദിയായിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹാ അങ്ങ് താൻ താമസിച്ചിരുന്ന വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള കിണറിൻ്റെ സമീപത്തേക്ക്, കുളത്തിൻ്റെ സമീപത്തേക്ക് പോയി കുളിച്ച് തിരിച്ചുകൊണ്ട് വന്നപ്പോൾ താൻ ഒരു കൈക്കുഞ്ഞുമായിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിറവി ഒരു അത്ഭുതമായിരുന്നു. സാധാരണ സ്ത്രീകൾ 10 മാസം അല്ലെങ്കിൽ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും കഴിഞ്ഞിട്ടാണ് പ്രസവിക്കുന്നതെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെ ഗർഭം ധരിച്ചതും പ്രസവിച്ചതും എല്ലാം നിമിഷ നേരം കൊണ്ടായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒന്ന് കുഞ്ഞിനെ ഇങ്ങോട്ട് കൈപ്പിടിച്ചുകൊണ്ട് മലർത്തിപ്പിടിച്ച കുഞ്ഞിനെയുമായിട്ട് കുളിച്ചു വന്നപ്പോൾ ആളുകൾ ചോദിച്ചു, എന്താ മറിയമേ ഇത്? മാക്കാന ഉമ്മുക്കി
മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. നിന്റെ വാപ്പ നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ, നിന്റെ ഉമ്മ ഒരിക്കലും വേശ്യയായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ നിനക്ക് ഈ കുട്ടിയെ കിട്ടിയതൊക്കെ ചോദിക്കാതിരിക്കുക. മഹദിയായിരിക്കുന്ന മറിയം ബീവി പോലും അറിഞ്ഞിട്ടില്ല താൻ ഗർഭം ധരിച്ച കാര്യം. കുടിക്കാൻ പോകുന്നവരെ അറിഞ്ഞിട്ടില്ല. കുടിച്ച് തിരിച്ചു വരുമ്പോഴാ അത്ഭുതം തന്നെയാ. അങ്ങനെ മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ഫലം ഉഖല്ലിമൽ യൗമ ഇൻസിയ, ഒരക്ഷരം മിണ്ടൂല. നിങ്ങൾക്ക് ചോദിക്കാണ്ട് ഈ കുട്ടിയോട് ചോദിച്ചോളൂ. ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ, ഈ തൊട്ടിൽ കിടക്കുന്ന കുട്ടി അങ്ങോട്ട് സംസാരിക്കുവോ? അവരോട് എന്ത് ചോദിക്കാനാ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്ക് കുട്ടി ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ മകനല്ല, ഞാൻ അള്ളാഹുവിൻ്റെ അവതാരമല്ല, ദൈവമല്ല, ദൈവത്തിൻ്റെ പുത്രനല്ല, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ, എനിക്ക് ഗ്രന്ഥം തരാൻ തീരുമാനിച്ചിരിക്കുന്നു, എന്നെ ഈ ഇസ്രായേൽ ജനങ്ങളിലേക്ക് പ്രവാചകനാവാൻ നിശ്ചയിച്ചിരിക്കുന്നു. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ഒരു ദീർഘമായ പ്രസംഗം തന്നെ ആ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് പ്രസംഗിച്ചപ്പോൾ അത്ഭുതമാണ്. ഈ അത്ഭുതം കണ്ടുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് ഈ യേശു ക്രിസ്തു ഒരു മനുഷ്യനല്ല, ദൈവമല്ല, ദൈവത്തിന്റെ പുത്രനാണ്, അല്ലെങ്കിൽ ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അവതാരമാണ്, തീർത്തും ഒരു മനുഷ്യനല്ല. എന്നാൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുപ്പിറവിയോട് അനുബന്ധിച്ചുണ്ടായ സംഭവങ്ങൾ ആരാണത് പറയേണ്ടത്? ആരാണത് പഠിക്കേണ്ടത്? ആരാണ് ലോകത്തോട് വിളിച്ചു പറയേണ്ടത്? എന്തുകൊണ്ട് മുസ്ലിമേ ഞാനും നീയും അതിന് തയ്യാറായില്ല? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി എല്ലാവർക്കും റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഗർഭത്തിൽ കിടക്കുമ്പോൾ ആമിന ബീവിക്ക് അനുഗ്രഹമാണ്. സാധാരണ ഗർഭം ധരിക്കുമ്പോൾ ഉമ്മമാർക്ക് എന്തൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ഛർദിയുണ്ടാകും, വേദനയുണ്ടാകും. പക്ഷേ ആമിന ബീവിൻ്റെ കഥയോ വമാ വജദ്തു ലി അലമൻ വലാ സിഖലാ, എനിക്കൊരു വേദന അനുഭവപ്പെട്ടില്ല, എനിക്ക് പ്രയാസം അനുഭവപ്പെട്ടില്ല. ഇല്ലാ അന്നീ അങ്കർതു റഫ്അ ഹൈളതി, എൻ്റെ മെൻസസ് രക്തം നിന്നു എന്നല്ലാതെ സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒന്നും എൻ്റെ ഗർഭത്തിലുണ്ടായില്ല. ഗർഭത്തിലിരിക്കുമ്പോൾ തൻ്റെ ഉമ്മാക്ക് റഹ്മത്താണ്, പ്രസവിക്കുന്ന സമയത്ത് ഉമ്മയ്ക്ക് റഹ്മത്താണ്. എത്രയെത്ര അത്ഭുതങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത് എന്താണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവിയോടനുബന്ധിച്ചുണ്ടായ അത്ഭുതങ്ങൾ നമ്മൾ പഠിക്കാത്തത്, നമ്മളത് പറയാത്തത്, നമ്മളത് പ്രചരിപ്പിക്കാത്തത്, ലോകത്തോടത് വിളിച്ചു പറയാത്തത്? ക്രിസ്ത്യാനികൾ വിളിച്ചു പറയുന്നുണ്ടല്ലോ. ആ പറച്ചിലിൽ കൂടി ഒരു വലിയ അസത്യത്തെ അവർ സത്യമായിട്ട് ചിത്രീകരിക്കുന്നുണ്ടല്ലോ. മഹാനരായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടപ്പോൾ അല്ലാഹ് ആ റൂമാസകലം പ്രകാശം പരന്നു. മുറ്റത്തേക്ക് ഞാൻ നോക്കി. പറയുന്നതാരാ? ഹബീബായ തങ്ങളെ ഏറ്റെടുത്തിരുന്ന ബഹുമാനപ്പെട്ട ശിഫാ ബീവി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണല്ലോ ഏറ്റെടുത്തത്. അല്ലാഹ് മുറ്റത്താകെ പ്രകാശമായിരിക്കുന്നു. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഇറങ്ങി വന്ന് എൻ്റെ തലയിലേക്ക് വീഴുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അത്രയ്ക്കും പ്രകാശപൂരിതമായിരിക്കുന്ന ഒരു രാത്രി. സുബ്ഹിയോടടുത്തപ്പോൾ ഹബീബ് ബഹുമാനപ്പെട്ട ആമിന ബീവിന്റെ റൂമിലേക്ക് ചില സ്ത്രീകൾ, സുന്ദരികളായ സ്ത്രീകൾ കടന്നു വരുന്നു. ഫഇദാ ഹിയ ബിയാസിയത ഇംറഅതി ഫിർഔന വമർയമ ബിൻതി ഇമ്രാന വജമാഅത്തിൻ മിൻ ഹൂരിൽ ഹിസാൻ. ഇതൊക്കെ നമ്മൾ എന്നോ ഓതുന്നുണ്ട്, ചൊല്ലുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നില്ല? ഉണ്ണി
ഉണ്ണിയേശു പിറന്ന അത്ഭുതങ്ങള് ലോകത്ത് വിളംബരം ചെയ്യാൻ യൂറോപ്പ് മുതൽക്ക് അങ്ങ് കിഴക്ക് ചൈന വരേക്കുമുള്ള സർവ്വനാടുകളിലും സർവ്വ ക്രിസ്ത്യാനികളും ലോകത്തുള്ള ജനസംഖ്യയുടെ 29% വരുന്ന ക്രിസ്ത്യാനികൾ ചെലവഴിക്കുമ്പോ എന്തുകൊണ്ട് തിരുപ്പിറവിയെ പറ്റി പറയാൻ, അത് പഠിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ, അത് പ്രസംഗിക്കാൻ നമ്മൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഈ നബി എന്തുകൊണ്ട് മറക്കുന്നു? ഹബീബ് പ്രസവിക്കപ്പെട്ടപ്പോൾ 2 കൈയും നിലത്ത് കുത്തി നെറ്റി ഭൂമിയിൽ വെച്ച് കണ്ണുകൾ മേൽപോട്ട് ഉയർത്തി കൈകൾ മേൽപോട്ട് കൈവിരലുകൾ ചൂണ്ടിയിട്ട് അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വസീലാ. നമ്മുടെ ഹബീബ് തങ്ങള് പ്രസവിക്കപ്പെട്ട ഉടനെ ചൊല്ലിയിരിക്കുന്ന മന്ത്രമാണ്, ചൊല്ലിയ ദിക്റാണ്. കുഞ്ഞുങ്ങൾ കരയും പോലെ കരഞ്ഞതല്ല. ലോകത്ത് എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന അത്ഭുതങ്ങള് അപ്രവാചകന്മാരോടുകൂടി തീർന്നു പോയെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സർവ്വ പ്രവാചകന്മാരും കൊണ്ടുവന്ന സർവ്വ അത്ഭുതങ്ങളും ലോകത്ത് പ്രകടിപ്പിച്ചുവെങ്കിൽ ആ അത്ഭുതങ്ങളിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആൻ ഉണ്ടെങ്കിൽ ഈ കഴിഞ്ഞ റമദാനിന്റെ തൊട്ട് മുൻപത്തെ ദിവസവും ഇറാഖിൽ പോയപ്പോൾ ഇന്നും നിങ്ങൾക്ക് കാണാം അമേരിക്കയുടെ സഖ്യസേന വർഷങ്ങളോളം യുദ്ധം ചെയ്ത് എല്ലാ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മിസൈലുകളെ കൊണ്ട് ബോംബുകൾ വർഷിച്ച് ഇറാഖ് എന്ന രാജ്യം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ടെങ്കിലും ബിൽഡിങ്ങുകളും റെയിൽവേ സ്റ്റേഷനുകളും റോഡുകളും പാലങ്ങളും സർവവും തകർന്നു പോയിട്ടുണ്ടെങ്കിലും കിസ്റ രാജന്റെ കൊട്ടാരം ഇന്നും തകർന്നിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ റബ്ബ് ബാക്കി വെച്ചിരിക്കുകയാ. ഇന്നും പട്ടാളം കാവലിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുപ്പിറവിയോട് അനുബന്ധിച്ചുകൊണ്ട് കിസ്റ രാജന്റെ ആ കൊട്ടാരത്തിന് വിള്ളലേറ്റിരിക്കുന്ന വിള്ളൽ ഇന്നും നമുക്ക് കാണാം. അത്ഭുതം മക്കയിൽ മാത്രമായിരുന്നില്ല, ജസീറത്തുൽ അറബിൽ മാത്രമായിരുന്നില്ല, ലോകത്തിന്റെ നാനാഭാഗത്തും അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ലോകത്തോട് പിറന്നു വീണ മുത്തുനബി, ആ മുത്തുനബി ഒരിക്കലും ഞാൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടില്ല, ദൈവത്തിന്റെ പുത്രനെന്ന് പറഞ്ഞില്ല, ദൈവാവതാരം എന്ന് പറഞ്ഞില്ല, മറിച്ച് അബ്ദുഹു വറസൂലുഹു. ഇത് ഏറ്റവും പ്രചരിപ്പിക്കേണ്ടത് നമ്മളാണ്, ഇത് ഏറ്റവും പഠിക്കേണ്ടത് നമ്മളാണ്, ഇത് ഏറ്റവും പറയേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് ഞാൻ നിർത്തി, നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് റസൂലുള്ളാഹിനെ പഠിപ്പിക്കണം. വമഹബ്ബത അഹ്ലിൽ ബൈത്ത്, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിക്കണേ. മുത്തുനബിന്റെ ഇത്രത്താ, അവിടത്തെ ദുരിയത്താ, അവിടത്തെ സന്താനങ്ങളാ. ഉദ്കുറു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അഹ്ലി ബൈത്തിഹി. റസൂലുള്ളാഹിനെ നിങ്ങൾ കാണേണ്ടത്, റസൂലുള്ളാഹിനെ നിങ്ങൾ വീക്ഷിക്കേണ്ടത്, റസൂലുള്ളാഹിനെ നിങ്ങൾ ഓർക്കേണ്ടത് അവിടുത്തെ കുടുംബത്തിലാ. അഹ്ലു ബൈത്തിനെ കാണുമ്പോ, സാദാത്തുക്കളെ കാണുമ്പോ, അവരോട് പെരുമാറുമ്പോ, അവരോട് സംസാരിക്കുമ്പോ, അവരോട് ഇടപെടുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ കണ്ണിൽ കാണണേ. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ നിങ്ങൾ മക്കളെ പഠിപ്പിക്കണേ.
മുത്തുനബിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, തങ്ങളെ അനുകരിക്കാൻ പഠിപ്പിക്കണം, തങ്ങളെപ്പറ്റി പറയാൻ പഠിപ്പിക്കണം, തങ്ങളെപ്പറ്റി പ്രസംഗിക്കാൻ പഠിപ്പിക്കണം, തങ്ങളെപ്പറ്റി പാടാൻ പഠിപ്പിക്കണം, തങ്ങളെ രീതികൾ പഠിപ്പിക്കണം, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മക്കൾക്ക് ഇഷ്ടപ്പെടാൻ പഠിപ്പിക്കണം. എല്ലാം നിങ്ങൾ തങ്ങളുടേത് നിങ്ങളെ മക്കൾക്ക് പഠിപ്പിക്കണേ. ഹബീബായ തങ്ങൾ ഒരിക്കൽ പോലും കമഴ്ന്ന് കിടന്നിട്ടില്ല. ആൺകുട്ടികൾ കമഴ്ന്നു കിടക്കുന്നത് നബിക്ക് ഇഷ്ടമില്ല. ഏറ്റവും വെറുപ്പുള്ള കിടത്തമാ. വലഭാഗത്തിന്മേൽ ചെരിഞ്ഞു കിടക്കാൻ മക്കളെ പഠിപ്പിക്കണം. ഹബീബായ തങ്ങള് ഒരിക്കൽ പോലും വലത് കൈ കൊണ്ടല്ലാതെ ഇടത് കൈ കൊണ്ട് കുടിച്ചിട്ടില്ല, എടുത്തിട്ടില്ല, കൊടുത്തിട്ടില്ല. എല്ലാ നല്ല കാര്യങ്ങളിലും അവിടുന്ന് വലത്തേത് മുന്തിക്കല. അത് നിങ്ങൾ മക്കൾക്ക് പഠിപ്പിക്കണേ. ഹബീബായ തങ്ങളുടെ എല്ലാ രീതികളും നിങ്ങൾ പഠിപ്പിക്കണം. തങ്ങൾ നടന്നതുപോലെ നടക്കാൻ അലക്ഷ്യമായി നോക്കരുത്. ഹബീബ് എപ്പോഴും അതെ നടക്കുമ്പോ വീണുപോയ വസ്തു ഏതാ തെരയുന്നത് പോലെ ഒരു ദിശയിലേക്ക് മാത്രം നോക്കി, കൂടുതൽ സ്പീഡല്ലാതെ കൂടുതൽ സ്ലോ അല്ലാതെ നടന്നിരുന്നവരാ. ഓരോ കാര്യവും ഭക്ഷണം കഴിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ മൂന്നിറക്കിലല്ലാതെ തങ്ങള് വെള്ളം കുടിച്ചിരുന്നില്ല. ഒന്നായിട്ടൊരു ഗ്ലാസ് മൊത്തം കുടിച്ചിരുന്നില്ല. മുറിച്ചാണ് വെള്ളം കുടിച്ചിരുന്നത്, ഇരുന്നാണ് വെള്ളം കുടിച്ചിരുന്നത്, വലത് കൈ കൊണ്ടാണ് ഗ്ലാസ് പിടിച്ചിരുന്നത്. തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ഈ തങ്ങളെ അനുകരിക്കാനും തങ്ങളെ ഇഷ്ടപ്പെടാനും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. അങ്ങനെ തങ്ങളെ കണ്ടാൽ മക്കൾ തിരിച്ചറിയണം. ഖബറിൽ വെച്ച് തിരിച്ചറിയണം, മൈഷറിൽ വെച്ചുകൊണ്ട് തിരിച്ചറിയണം, ഏത് രംഗത്തും തിരിച്ചറിയണം. തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ, ഖുർആൻ ഓതാൻ മക്കളെ പഠിപ്പിക്കണേ. എത്രയോ കൊല്ലങ്ങൾ പഠിച്ചിട്ട്, എത്രയോ പണം ചെലവഴിച്ചിട്ട്, ആയുസിന്റെ സിംഹഭാഗം ഉപയോഗപ്പെടുത്തിയിട്ട് അല്ലാഹുവിന്റെ കലാം ഒന്ന് തെറ്റുകൂടാതെ സരളമായി വായിക്കാൻ പോലും ഓതാൻ പോലും അറിയാത്ത മക്കളില്ലേ? നമ്മുടെ കൂട്ടത്തിലില്ലേ? ചെറുപ്പക്കാരിലില്ലേ? യുവാക്കളിലില്ലേ? ഹബീബായ തങ്ങള് നമുക്ക് ഹബീബായ തങ്ങൾ അല്ലാഹുവിനെ പറ്റി പറഞ്ഞു തന്നു. ചിന്തിക്കാൻ ബുദ്ധി തന്നത് അല്ലാഹുവാ, നാവ് തന്നത് അല്ലാഹുവാ, കണ്ണ് തന്നത് അല്ലാഹുവാ, ഹൃദയം പിടിപ്പിക്കുന്ന അല്ലാഹുവാ, എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നവൻ അല്ലാഹുവാ. ആ റബ്ബിന്റെ കലാം ഒന്ന് വായിക്കാൻ പോലും നമുക്കറിയില്ല. ഉമ്മമാരെ തകർന്നു പോകല്ല, നശിച്ചു പോകല്ല. അറിയുമല്ലോ ഖബറെന്നൊരു ലോകമുണ്ടല്ലോ, ബർസഖി ജീവിതമുണ്ടല്ലോ, ഇരുളടഞ്ഞ വീടാണല്ലോ, മേൽഭാഗത്ത് കല്ലുകൾ വരുമല്ലോ, വിശാലതയില്ലല്ലോ, തേച്ചു മിനുക്കിയിട്ടില്ലല്ലോ, സൗകര്യങ്ങളില്ലല്ലോ. ഉപ്പയെ കൊണ്ടുപോയി കിടത്തിയത് കണ്ടിട്ടുണ്ട്, പലരെയും കൊണ്ടുപോയി കിടത്തിയത് കണ്ടിട്ടുണ്ട്. ആ ഖബറിന്റെ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ ഏത് പ്രിയപ്പെട്ടവനും നിന്റെ ഒന്നാമത്തെ രാത്രി പോലും നിനക്ക് കൂട്ടിന് വരില്ല, ഭർത്താവ് വരില്ല. എത്ര മക്കളുണ്ടെങ്കിലും മരിച്ച ഉപ്പയുടെ ഖബറിൽ ഒന്നാമത്തെ രാത്രിയെങ്കിലും ഒന്ന് പേടിക്ക്, മക്കൾ കൂട്ടു നിൽക്കില്ല. സർവ ക്ലബുകളിലും സർവ തോന്നിവാസങ്ങളിലും നിന്നോടൊപ്പം പങ്കെടുത്തിരുന്ന നിന്റെ കൂട്ടുകാർ ആ
ആദ്യത്തെ രാത്രി പോലും പള്ളിക്കാട്ടിൽ നിനക്കൊന്ന് പേടിക്ക് വരില്ല. നീയായി നിന്റെ പാടായി എന്നും പറഞ്ഞ് അവരൊക്കെ പിരിഞ്ഞു പോയതാ. ആ ഖബറിന്റെ ആദ്യത്തെ രാത്രിയിൽ ഞങ്ങൾക്ക് ത്വലബിനാ, ഖബറിലൊന്ന് വെളിച്ചം കിട്ടാൻ, ഖബറിൽ ഇരുളടഞ്ഞ ഖബറിലൊന്ന് പ്രകാശിതമാവാൻ എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾ അന്വേഷിച്ചതാ. മുൻകർ നക്കീർ വരുമ്പോ ചോദ്യത്തിന് മറുപടി പറയാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഖുർആനിൽ അന്വേഷിച്ചതാ, ഹദീസിൽ പരതിയതാ, പലരോടും ചോദിച്ചതാ, അഇമ്മത്തിനോട് ചോദിച്ചതാ. മഹാനായ ശഖീഖുൽ ബൽഖി പറയുന്നു, അതിന് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഫവജദിനാഹു തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണത്തെ പോലെ ഖബറിൽ ഉപകരിക്കുന്ന മറ്റൊന്നുമില്ല. ഏകാന്തതയുടെ ഖബറിൽ പ്രകാശിതമാവാൻ, കൂരിരുട്ടുള്ള ഖബറിൽ പ്രകാശിതമാവാൻ തങ്ങൾ വരാൻ, ഓരോ മനുഷ്യന്റെയും ഖബറിൽ തങ്ങൾ വരുമ്പോ പ്രകാശം പരക്കുമ്പോ രക്ഷപ്പെടാൻ ഈ തങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, തങ്ങളറിയുക, ഖുർആൻ ഓതുക, നിസ്കരിക്കുക. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ, നമുക്ക് തൗഫീഖ് തരട്ടെ. ഇജാബത്തുള്ള മജ്ലിസിൽ അല്ലാഹു ഈ മജ്ലിസ് ഉൾപ്പെടുത്തി തരട്ടെ. ഹബീബായ തങ്ങള് ഹാദിറാകുന്ന, അവിടുത്തെ ഹുദൂർ കൊണ്ട് അനുഗ്രഹീതമാകുന്ന, അവിടുത്തെ മദതും നദറും ലഭിക്കുന്ന സദസ്സിൽ ഇത് ഉൾപ്പെടുത്തട്ടെ. തങ്ങളൊന്ന് പരിഗണിക്കട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്, ഉദ്കുർനാ യാ ഹബീബല്ലാഹ്, ഉൻദുർ ഇലൈനാ യാ ഹബീബല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെപ്പറ്റി കൂടുതൽ അറിയാനും പറയാനും കേൾക്കാനും തങ്ങളെപ്പറ്റി പാടാനും തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനും തങ്ങളെ മജ്ലിസിൽ ഉപയോഗപ്പെടുത്താനും നമുക്ക് അല്ലാഹു തൗഫീഖ് ഏറ്റിത്തരട്ടെ. اللهم اغفر أمة محمد، اللهم ارحم أمة محمد، اللهم اعز أمة محمد، اللهم بارك في أمة محمد، اللهم اشرنا في زمرة محمد بحق محمد وآل محمد وصحاب محمد. ربنا تقبل منا إنك أنت السميع العليم എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു.